السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما منع الناس أن يؤمنوا إذ جاءهم الهدى إلا أن قالوا أبعث الله بشرا رسولا. قل لو كان في الأرض ملائكة يمشون مطمئنين لنزلنا عليهم من السماء ملكا رسولا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മനുഷ്യരാണെന്നും മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെടാൻ മനുഷ്യർ തന്നെയാണ് വേണ്ടത് എന്നും ശത്രുക്കൾ ആ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ള സംശയങ്ങൾക്കും നിഷേധങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനായ യാഥാർത്ഥ്യം വ്യക്തമാക്കിയതെല്ലാം കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെടുകയുണ്ടായി. അവർക്ക് ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു പ്രവാചകനായി വരിക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാനായിരുന്നില്ല. അത് ഖുർആൻ എടുത്തു പറഞ്ഞു, വമാ മനഅന്നാസ അൻ യുഅ്മിനൂ, ജനങ്ങൾ വിശ്വസിക്കാൻ അവർക്ക് തടസ്സം നിൽക്കുന്നില്ല. ഇത് ജാഅഹുമുൽ ഹുദാ, സന്മാർഗം അവർക്ക് വന്നു കിട്ടുമ്പോ ഇല്ലാ അൻ ഖാലു, അവർ പറയുന്നതായിട്ടല്ലാതെ അബഅസല്ലാഹു ബശറർ റസൂല, ഒരു മനുഷ്യനെ റസൂലായിക്കൊണ്ട് അല്ലാഹു അയക്കുകയോ എന്നതായിരുന്നു അവരുടെ നിഷേധത്തിന്റെ ഒരു കാരണമായി കൊണ്ട് അവർ എടുത്തു പറഞ്ഞിരുന്നത്. എന്നാൽ അള്ളാഹു അതിന്റെ തൊട്ടടുത്ത ആയത്തിലൂടെ തന്നെ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇവിടെ മലക്കുകളെ മനുഷ്യരിലേക്ക് പ്രവാചകന്മാരായി അയക്കാത്തത്? ഖുൽ, നബിയെ പറയുക, ലൗ കാന ഫിൽ അർദി മലായികത്തു യംശൂന മുത്മഇന്നീൻ, ഭൂമിയിൽ സമാധാനത്തോടുകൂടി നടക്കുന്ന ജീവിക്കുന്ന മലക്കുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കൻ റസൂലാ, ഉപരിഭാഗത്ത് നിന്ന് നാം അവരിലേക്ക് ഒരു മലക്കിനെ റസൂലായി കൊണ്ടയക്കുമായിരുന്നു. ഇവിടെ മലക്കുകളല്ല ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മലക്കുകളെ നന്നാക്കാനോ മലക്കുകളിലേക്കോ അല്ല പ്രവാചകൻ അയക്കപ്പെടുന്നത്. ഇവിടെ മലക്കുകളുടെ ഒരു കൂട്ടം ഇവിടെ ഭൂമിയിലൂടെ നടക്കുന്ന ജീവിക്കുന്ന മലായിക്കത്തിന്റെ സമൂഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ അവരിലേക്ക് നാം പ്രവാചകനായി അയക്കുക മലക്കായ റസൂലിനെ തന്നെയാണ്.
എന്നാൽ ഇവിടെ മനുഷ്യരല്ലേ, മനുഷ്യരിലേക്ക് അയക്കപ്പെടുന്ന പ്രവാചകൻ മനുഷ്യൻ തന്നെ ആയിരിക്കണം. ഇത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ അവരെ ബോധ്യപ്പെടുത്തി. മാത്രമല്ല അവർക്ക് പല ദുശാഠ്യങ്ങളും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലെ അവിശ്വാസികൾ പ്രവാചകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രവാചകന്മാരെ സംബന്ധിച്ച് അവർക്ക് ചില ദുശാഠ്യങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താ? ഒരാൾ പ്രവാചകനാണെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെല്ലാം പ്രവർത്തിക്കാനും പ്രകടിപ്പിക്കാനും ഒക്കെ കഴിയണം എന്ന് പോലും അവർ വാദിച്ചിരുന്നു. നബിയാണെങ്കിൽ പിന്നെ ആ നബി നമ്മൾ ചോദിക്കുന്നതൊക്കെ കാണിക്കാൻ പറ്റണം, ഉദ്ദേശിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റണം, അല്ലാത്തവരൊന്നും നബിയായ പറ്റൂല എന്ന ഒരു ധാരണയും ആ ഒരു വാദവും അവർ പ്രകടിപ്പിച്ചിരുന്നു. ആളുകൾ ആവശ്യപ്പെടുന്ന എല്ലാ അത്ഭുതങ്ങളും അവര് കാണിക്കണം, എന്നാലേ വിശ്വസിക്കുകയുള്ളൂ എന്നൊരു സാഠ്യം അവര് പ്രകടിപ്പിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 90, 91, 92, 93 ഈ ആയത്തുകളിലൂടെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ നിരത്തിവെച്ച അവരുടെ ഈ ആവശ്യങ്ങളുടെ പട്ടിക അള്ളാഹു വിശദീകരിച്ച് തരുന്നുണ്ട്. അതിനവർക്ക് കൃത്യമായ മറുപടിയും കൊടുക്കുന്നുണ്ട്. അള്ളാഹു പറയാണ്, വഖാലൂ ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർദി യംബുആ ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറാ ഔ തുസ്ഖിത السماء كما زعمت علينا كسفا أو تأتي بالله والملائكة قبيلا أو يكون لك بيت من زخرف أو ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرأه قل سبحان ربي هل كنت إلا بشرا رسولا. 4 ആയത്തുകളിലൂടെ അള്ളാഹു അവരുടെ ആവശ്യം സവിസ്തരം പറയുകയാണ്. അറേബ്യൻ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം പറയാണ്. ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാണ്ട്, അതൊക്കെ കാണിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിക്കും. വഖാലു അവര് പറഞ്ഞു, ലൻ നുഅ്മിന ലക ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല. ഏതുവരെ? ഹത്താ തഫ്ജുറ ലനാ മിനൽ അർദി യംബുആ ഈ ഊഷരമായ മരുഭൂമിയിലൂടെ നീ ഒരു ഉറവ് ഇപ്പോഴിങ്ങോട്ട് പൊട്ടി ഒഴിപ്പിക്കണം. നദിയും പുഴയൊന്നും ഇല്ലാത്ത മരുഭൂമി ചൂണ്ടിയിട്ട് പറയണ്, ഇവിടെ ഇപ്പൊ ഒരു പുഴങ്ങട്ട് ഒരു നദി അല്ലെങ്കിൽ ഒരു ഉറവ്, നീരുറവ നീ പൊട്ടി ഒഴുക്കണം. ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബ് അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ഇപ്പൊ ഉണ്ടാവട്ടെ ഒരു ഈത്തപ്പനത്തോട്ടം, ഒരു മുന്തിരിത്തോട്ടം. ഒരു ഈത്തപ്പനത്തോട്ടം ഇപ്പം ഉണ്ടാവണം, ഒരു മുന്തിരിത്തോപ്പ് ഉടനെ ഉണ്ടാകണം. എന്നിട്ട് ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറാ ആ 2 തോട്ടത്തിന്റെയും നടുവിലൂടെ ജലസേചന സൗകര്യാർത്ഥം ഒരു പുഴയുണ്ടാവണം. നല്ല ആവശ്യങ്ങളാണല്ലോ. അതല്ലെങ്കിൽ ഔ തുസ്ഖിത السماء كما زعمت علينا كسفا നീ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആകാശം ഞങ്ങളെ മേൽക്ക് ശിക്ഷ കൊണ്ടുവരുന്നൊക്കെയല്ലേ നീ പറയുന്നത്. എന്നാ അതൊന്ന് കാണട്ടെ. നീ എന്ത് ചെയ്യ്? ആ വാനലോകത്തെ, ആകാശത്തെ ഞങ്ങൾക്ക് മീതെ വീഴ്ത്ത്. നീ പറയും പോലെ, നീ വാദിക്കും പോലെ കിസഫൻ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ വീഴട്ടെ, ഞങ്ങളെ മുമ്പിലേക്ക് ഇങ്ങനെ വീഴട്ടെ. ഔ തഅതിയ ബില്ലാഹി വൽ മലായികതി ഖബീലാ അല്ലെങ്കിൽ അല്ലാഹുവിനെ മലക്കുകളൊക്കെ കൂട്ടം കൂട്ടായിട്ട് കൊണ്ടുപോവാ. ഇവരൊക്കെയാണ് കണ്ണിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവാ. ഔ യകൂന ലക ബൈതും മിൻ സുഖ്റുഫിൻ അല്ലെങ്കിൽ ഒരു കനകത്തിന്റെ വീട് നിനക്കുണ്ടാവട്ടെ. ഇപ്പൊ ഇവിടെ നിനക്കൊരു സ്വർണത്തിന്റെ വീട്, ഒരു കനക കൊട്ടാരം, ഒരു സ്വർണത്തിന്റെ വീട് ഇപ്പൊ ഉണ്ടാവട്ടെ. ഔ തർഖാ ഫിസ്സമാ അല്ലെങ്കിൽ നീ മുകളിലോട്ട് കയറിപ്പോ, നീ മാനലോകത്തേക്ക് കയറിപ്പോ. എന്നിട്ട് വലൻ നുഅ്മിന ലിറുഖീക നീ വാനലോകത്തേക്ക് കയറിപ്പോയി എന്ന നിന്റെ കയറിപ്പോക്ക് ഞങ്ങൾ വിശ്വസിക്കൂല. ഏതുവരെ? ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഊ
ഞങ്ങൾക്ക് ഇങ്ങനെ തൊട്ട് വായിക്കാവുന്ന ഒരു കിതാബുമായിട്ട് നീ മാനത്ത് പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരികയും വേണം. ഇതൊക്കെ ചെയ്താൽ ഞങ്ങൾ വിശ്വസിക്കാം. ഇങ്ങനെയൊക്കെയുള്ളവർക്ക് നബിയാന്ന് പറയാൻ പറ്റുള്ളൂ. ചോദിക്കുന്നതും തോന്നുന്നതൊക്കെ കിട്ടണം. അങ്ങനത്തെ അസാധാരണക്കാരായ ആൾക്കാരാവണം, അമാനുഷ്യരാവണം. അതിനെന്താ അല്ലാഹ് പറഞ്ഞ മറുപടി? ഖുൽ നബിയേ പറയൂ അവരോട്, സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ. പറയൂ പ്രവാചകരെ, എന്റെ റബ്ബ് മഹാപരിശുദ്ധൻ. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ അങ്ങനെ കൊണ്ടുവരാനുള്ളതല്ല. ഹൽ കുന്തു, ഞാനല്ലയോ, ഇല്ലാ ബശറർ റസൂലാ, ഞാനൊരു ദൂതനായ മനുഷ്യൻ മാത്രമല്ലയോ. ഞാനൊരു മനുഷ്യനാണ്, ഞാൻ റസൂലാണ്, പക്ഷെ അതോടൊപ്പം ഞാനൊരു മനുഷ്യനാണ്. റസൂലായ മനുഷ്യനുണ്ട് ഒരു പരിധി. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ കൊണ്ടുവരാനും നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഓരോന്ന് കാണിക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയൂല. അള്ളാഹുവിന്റെ നിർദ്ദേശവും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇതിനുമൊക്കെ ഉള്ളപ്പോഴാണ് അവനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പ്രകടിപ്പിക്കുക. അല്ലാതെ ഞങ്ങൾക്കതിൽ സ്വാധീനവും സ്വാതന്ത്ര്യമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ എടുത്തു തരാൻ ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു ദൂതനായ മനുഷ്യനാണ് എന്ന് മറുപടി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അത്ഭുത കൃത്യങ്ങളുടെ ഒരു സമാഹാരമായി തീരണം പ്രവാചകന്മാർ. അങ്ങനെ അവർ അസാധാരണ മനുഷ്യരാകണം. സാധാരണ മനുഷ്യന്മാര് പ്രവാചകരായിക്കൂടാ എന്നതായിരുന്നു ഏത് കാലഘട്ടത്തിലുമുള്ള പ്രവാചക നിഷേധികളുടെ ജൽപ്പനം. അതുകൊണ്ട് അവർക്കൊരു മനുഷ്യൻ പ്രവാചകനായിട്ട് വരുന്നത് അംഗീകരിക്കാൻ പറ്റാത്തത്. ഭക്ഷണം കഴിക്കുന്ന ആളെ പറ്റൂല, വെള്ളം കുടിക്കുന്നവരെ പറ്റൂല, മനുഷ്യന്മാരെ പോലെ സാധാരണ മാർക്കറ്റിൽ കൂടെ നടന്നു പോകുന്നവരെ പറ്റൂല. അവരുടെ ആ വാദങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയത്തുകളിലൂടെ സവിസ്തരം പറയുകയുണ്ടായി. അപ്പൊ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ, അപ്പൊ അതുകൊണ്ടാണ് അവർ പലപ്പോഴും എന്ത് പറഞ്ഞത്, അബഅസല്ലാഹു ബശറർ റസൂല, അള്ളാഹു ഒരു മനുഷ്യനെയാണോ റസൂലായി അയച്ചത് എന്നിങ്ങനെ അവരിങ്ങനെ നിഷേധ രൂപത്തിൽ സംസാരിച്ചിരുന്നത് അതുകൊണ്ടാണ്. ഇതിപ്പോ അവരുടെ വിശ്വാസം, ഇതിപ്പോ അവരുടെ ധാരണ, അതല്ലെങ്കിൽ അവരുടെ വാദം, അല്ലെങ്കിൽ അവരുടെ ജൽപ്പനം. എന്നാൽ ഇന്നുമുണ്ട് ചില ഈ ഭാഗം ആളുകൾ, വേറൊരു കൂട്ടം ആളുകൾ, അവര് മറ്റൊരർത്ഥത്തിൽ പ്രവാചകന്മാര് മനുഷ്യരാണെന്നതിനെ അംഗീകരിക്കുന്നില്ല. അവര് പ്രവാചകന്മാര് മനുഷ്യരാണെന്ന് പറഞ്ഞാൽ അതാ പ്രവാചകന്മാരെ നിന്ദിക്കലും കൊച്ചാക്കലും അവഹേളിക്കലും അവമതിക്കലും ഒക്കെ ആയിട്ടാണ് അവര് കാണുന്നത്. വാസ്തവത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യൻ മാത്രമാണ്. ഇവിടെ പല ആളുകളും തെറ്റിപ്പോയ ഒരു വിശ്വാസം, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടിട്ടില്ലാത്ത പിൽക്കാലത്തുള്ള ആളുകൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പദവിയിൽ നിന്നവർ ഉയർത്തി മറ്റൊരു പദവിയിലേക്ക്. അങ്ങനെ മനുഷ്യരിലുള്ള കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അവർ നിഷേധിച്ചു. പലതും പ്രവാചകനെ സംബന്ധിച്ച് അവിടുന്ന് നമുക്ക് പ്രത്യേകതകളായി കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ആരോപിച്ചു. പ്രമാണങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുള്ള പ്രത്യേകതകളായി എന്തൊക്കെ സ്ഥിരപ്പെട്ടുവോ അത് മുഴുവനും വിശ്വസിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതേ അവസരത്തിൽ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടാത്തത് ആർക്കെങ്കിലും സ്വയം അവന്റെ മനസ്സിൽ നിന്ന്, അതല്ലെങ്കിൽ കുറെ ആളുകൾ തീരുമാനിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയേണ്ടത് പാടില്ല. അങ്ങനെ പറയാനോ വിശ്വസിക്കുവാനോ നിവൃത്തിയില്ല. അവിടുത്തെ കുറിച്ച് പരിചയപ്പെടുത്തി തരേണ്ടത് അവിടുത്തെ ഈ ലോകത്തേക്ക് നിയോഗിച്ച റബ്ബുൽ ആലമീനാണ്. ആ റബ്ബുൽ ആലമീനിൽ നിന്ന് വഹീ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവിടുന്നുമാണ് അവിടുത്തെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരേണ്ടത്. അതിലപ്പുറമുള്ള അമിത വർണ്ണനകൾക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തിടത്തോളം കാലം അത് പ്രചരിപ്പിക്കുവാൻ മുസ്ലിമീങ്ങൾക്ക് നിവൃത്തിയില്ല. നിങ്ങൾ നോക്കൂ, അങ്ങനെ പറഞ്ഞ ചില അമിത പ്രശംസകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ പ്രകാശം അവിടുത്തെ ശരീരത്തിൽ നിന്നിങ്ങനെ ലൈറ്റ് അടിക്കുന്ന ഒരു പ്രകൃതത്തിലുള്ള പ്രകാശമായിരുന്നു അവിടുന്ന്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി.
ഒരു വീട്ടിലേക്ക് നബിയെ നിങ്ങൾ പ്രവേശിച്ചാൽ പിന്നെ അവിടെ വിളക്ക് ആവശ്യമില്ല, ലൈറ്റ് ഇങ്ങനെ അടിക്കും ബോഡിയിൽ. അങ്ങനെ ലൈറ്റ് അടിക്കുന്ന ഒരു പ്രകാശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകാശത്തിന് നിഴലുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിഴലുമില്ലായിരുന്നു. അവരുടെ മൗലിദ് കിതാബുകളിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, അന്നഹു ലം യഖളിലുഹു അലൽ അർളി ലിഅന്നഹു കാന നൂറൻ ളാഹിറൻ വബാതിനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിഴൽ നിലത്ത് പതിഞ്ഞിട്ടേയില്ല. കാരണം അവിടുന്ന് എല്ലാ അർത്ഥത്തിലും ബാഹ്യമായും ആന്തരികമായും അവിടുന്ന് നൂറായിരുന്നു, പ്രകാശമായിരുന്നു. മൗലിദ് കിതാബ് വക കിതാബിലുള്ള 144 1334 ഒക്കെ വകയുള്ള ഏടുകളിൽ ജാല മുഹമ്മദ് മൗലിദ് എന്ന് പറയുന്ന മൗലിദിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഈ അമിത വർണ്ണന അവിടെ നിന്നും പോയി. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന പേരിൽ വേറെയും ചില കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ആയിഷ ബീവി റോമിലിരുന്ന് തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് സൂചി താഴെ വീണു. മഹദി എത്ര തിരഞ്ഞിട്ടും കിട്ടുന്നില്ല. ആ സമയത്ത് ഫദഖല അലൈഹാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅദാഅ അൽബൈതു ബിളൗഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് കടന്നു വന്നപ്പോൾ ഭയങ്കര ലൈറ്റ് അടിച്ചു. ഫവജത്തുൽ ഇബ്റ, ഞാൻ സൂചി കണ്ടെടുത്തു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ ഒരു റിപ്പോർട്ട്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവിടുന്ന് താമസിച്ചിരുന്ന പ്രവാചക ഭവനത്തിൽ രാത്രിയായ വിളക്ക് കത്തിക്കൂലായിരുന്നോ? വിളക്ക് കത്തിക്കും. ലൈറ്റ് ആവശ്യമല്ലേ? ലൈറ്റ് ആവശ്യമാകുമ്പോൾ വിളക്ക് കത്തിക്കും. ആവശ്യം കഴിഞ്ഞാൽ ലൈറ്റ് ഓഫാക്കും എന്ന് പറഞ്ഞാൽ അന്നത്തെ വിളക്ക് കെടുത്തും. നെയ്ത്തിരിയിൽ അഥവാ എണ്ണയിൽ മുനിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ തിരികളുള്ള ആ രൂപത്തിലുള്ള വിളക്കുകൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും അവിടുത്തെ ഭവനത്തിൽ കണ്ണ് കാണേണ്ട ആവശ്യാർത്ഥം കത്തിച്ചിട്ടുണ്ട്. അല്ലാതെ ഇരുട്ടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്നാ ഞാൻ ഇവിടെ വിളക്ക് വേണ്ട എന്ന് ആ ഒരു രൂപത്തിലുള്ള ഒരു മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് നമ്മുടെ ഉമ്മമാരോ അല്ലെങ്കിൽ അവിടുത്തെ മക്കളോ കൃത്യമായ സഹീഹായ ഒരു സനദോടുകൂടി രേഖപ്പെടുത്തിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. പ്രമാണങ്ങളിൽ ഉള്ളതാണോ അംഗീകരിച്ചേ പറ്റൂ. നമുക്കതിൽ ഒരു വൈമനസ്യവും ആവശ്യമില്ല, ഉണ്ടാവുകയുമില്ല. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ അവിടുത്തെ സംബന്ധിച്ചുള്ള വർണ്ണനകളിൽ കടന്നുകൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിഴലില്ല എന്നുള്ളതിന് തെളിവായിട്ട് അവർ കൊണ്ടുവരുന്ന ചില ദുർബലമായ റിപ്പോർട്ടുകളുണ്ട്. അതിനേക്കാൾ മെച്ചപ്പെട്ട റിപ്പോർട്ടുകളിൽ വന്നതോ അവർ കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളെക്കാൾ മെച്ചപ്പെട്ട റിപ്പോർട്ടുകളിൽ നിഴലുണ്ട് എന്ന് സ്ഥാപിക്കുന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും. അതുകൊണ്ട് അവിടുന്ന് നടക്കുമ്പോൾ നിഴലുണ്ടായിരുന്നു. വേറെ ചില ന്യായങ്ങൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിഴലുണ്ടായാൽ ഹത്താ ലാ യതഅ അലൈഹി കാഫിറുൻ യകൂനു ലഹു മദില്ല, കാഫിരീങ്ങളൊക്കെ നിഴലുമ്മ ചവിട്ടൂലേന്ന്. റസൂലുള്ളാഹിന്റെ നിഴലുണ്ടെങ്കിൽ ആ നിഴലുമ്മലൊക്കെ കാഫിരീങ്ങൾ ചവിട്ടൂലേ? അത് നബിക്ക് നിന്ദയല്ലേ, പ്രയാസമല്ലേ, അപമാനമല്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം ഉഹദിൽ ശത്രുക്കൾ കുഴിച്ച വാരിക്കുഴിയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണില്ലേ? അവിടുത്തെ ശിരസിൽ നിന്ന് നെറ്റിത്തടത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞില്ലേ? അവിടുത്തെ മുൻപല്ല് ഭാഗം പൊട്ടിപ്പോയില്ലേ? അവിടുന്ന് കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തും വെച്ച് അവിടുന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കാരത്തിലായിരിക്കെ എന്നോ അറുത്തൊഴിവാക്കിയിട്ടിരുന്ന ഒട്ടകത്തിന്റെ വയറിലുണ്ടായിരുന്ന ആ രൂപത്തിലുള്ള ആമാശയത്തിന്റെയും കുടലിന്റെയും ഭാഗങ്ങൾ കൊണ്ടുവന്ന് അവിടുത്തെ ശറഫാക്കപ്പെട്ട കഴുത്തിൽ കൊണ്ടുപോയിട്ടില്ലേ? ഏതെല്ലാം രൂപത്തിൽ അവിടുത്തേക്ക് പ്രയാസങ്ങൾ ഏൽപ്പിക്കുവാൻ നോക്കി. അതിൽ അപ്പുറമാണോ അവിടുത്തെ നിഴലുണ്ടായാൽ അയിമ കാഫിരീങ്ങൾ ചവിട്ടും എന്ന് പറയല്? അപ്പൊ ഈ രൂപത്തിലൊക്കെയുള്ള അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത ചില അമിത വിശേഷണങ്ങൾ എങ്ങനെയൊക്കെയോ സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കൊന്നും പ്രവാചകനെ ബഹുമാനമില്ല, റസൂലുള്ളാഹിനെ അവർക്ക് വിശ്വാസമില്ല, അമ്പിയാക്കന്മാരിൽ വരെ ഈമാൻ ശരിയല്ല എന്നുള്ളതിനൊക്കെ തെളിവ് പറയല് പലപ്പോഴും എന്താ, ഇവരിതൊന്നും അംഗീകരിക്കണില്ല.
ഇതൊന്നും ഇവർ വിശ്വസിക്കുന്നില്ല. ഞാൻ പറയട്ടെ, പ്രമാണങ്ങളിൽ എന്തുണ്ടെങ്കിലും അത് അംഗീകരിച്ചേ പറ്റൂ. അതിൽ നമ്മൾ ബുദ്ധിയോ യുക്തിയോ ഒന്നും നോക്കൂല. അതേ അവസരത്തിൽ പ്രമാണങ്ങളിൽ ഇല്ലാത്തത് അവിടുത്തെ പേരിൽ നമ്മൾ പറഞ്ഞു പ്രചരിപ്പിക്കുവാനും പാടില്ല. മാത്രമല്ല സുഹൃത്തുക്കളെ, അതും മാത്രമല്ല, പിന്നെ എന്തും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞു, ഞാൻ അവിടുത്തെ ശരീരത്തിലേക്ക് പ്രകാശത്തിലേക്ക് നോക്കുമ്പോ എന്റെ കൈകൊണ്ട് എന്റെ കണ്ണ് ഞാൻ പൊത്തിപ്പിടിക്കാറാണ്. ഖൗഫം മിൻ ദിഹാബി ബസരി, എന്റെ കണ്ണ് പോയി പോകുമോ എന്ന് പേടിച്ചിട്ട്. ഭയങ്കര ലൈറ്റത്ത് പോകുമ്പോ കണ്ണാണ് പോയി പോകില്ലേ, അതുകൊണ്ട് ഞാൻ പൊത്തിപ്പിടിക്കലാണ്. ഇങ്ങനെയൊക്കെയുള്ള അമിത വർണ്ണനകൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതല്ല. അപ്പൊ മനുഷ്യ പ്രകൃതി തന്നെ പോവല്ലേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്തിന്റെ കാന്തി ചന്ദ്രനെ പോലെ പ്രശോഭിതമായിരുന്നു എന്ന് ഹദീസിലുണ്ട്, സംശയമില്ല. അതുപോലെ തന്നെ അവിടുത്തെ മുഖത്തിന്റെ സൗന്ദര്യം, അതിലൊന്നും യാതൊരു രൂപത്തിൽ അതിലൊക്കെ അവിടുന്ന് അതുല്യനാണ് എന്ന വിഷയത്തിൽ ഒരാളും സംശയിക്കേണ്ടതില്ല. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ലൈറ്റ് അടിക്കലാണ് എന്നത് തെറ്റായ ധാരണയാണ്, തെറ്റായ ധാരണയാണ്. ഇനി സഹോദരന്മാരെ, അവിടുത്തെ പറ്റി പറഞ്ഞു. പിന്നെ എന്താണ് അവിടുത്തേക്ക്? എക്കിളുണ്ടാവില്ല, കോട്ടുവായ ഇടൂല. അതുപോലെ തന്നെ അവിടുത്തെ വിസർജ്യങ്ങളൊക്കെ ശുദ്ധമാണ്, മലമൂത്രമൊക്കെ ശുദ്ധമാണ്. ഭൂമി അത് വിഴുങ്ങാറാണ് പതിവുള്ളത് ആരെങ്കിലും കാണുന്നതിന്റെ മുമ്പേ എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രല്ല, ഈ വക മൗലിദ് കിതാബുകളിൽ കാണാം. സറന്ദീബ് മൗലിദ് എന്ന പേരിലുള്ള ഒരു മൗലിദിൽ കാണാം, ഒരു സഹാബി ഇങ്ങനെ കുറെ കാലമായി ഇങ്ങനെ അന്വേഷിച്ച് തെരഞ്ഞു നടന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മലവിസർജ്യം കിട്ടിയെന്നും അത് അദ്ദേഹം വിഴുങ്ങിയെന്നും അത് ഭക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ കസ്തൂരിയെ പോലെ ആയി എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ വിവരം കിട്ടിയപ്പോ പ്രവാചകൻ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പോലും, മൻ ഖാലത ബത്നഹു ബത്നി ഹറമഹുല്ലാഹു അലന്നാർ, ആരുടെയെങ്കിലും വയറ്റിലുള്ളത് എന്റെ വയറ്റിലുള്ളതുമായി കൂടിക്കലർന്നാൽ അവൻ നരകം അവന് നിഷിദ്ധമാണ്. സഹാബി ഒരുപാട് കാലം അന്വേഷിച്ചിട്ടാണ് ഒരിക്കൽ ഇത് കിട്ടിയത് എന്നും ആ മൗലിദിൽ പറയുക. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ പ്രചരിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല. മാത്രമല്ല ചില കവിതകളിൽ വരെ ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. നബിക്കുള്ള കാഷ്ടം താഹിറാണേ മൂത്രവും, അതുപോലെ തന്നെ ഹബീബി രക്തവും. നബിക്കുള്ള കാഷ്ടം ഭൂമിയും വിഴുങ്ങുന്നതാ, അതിൽ നിന്ന് റീഹുൻ തയ്യിബത്തടിക്കുന്നതാ. ഇത് നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യുന്ന ചില കാവ്യ സമാഹാരങ്ങളിൽ ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മലമൂത്രമൊക്കെ പിന്നെ താഹിറാണ്, അതുപോലെ തന്നെ രക്തവും, അതുപോലെ തന്നെ കാഷ്ടം ഭൂമി വിഴുങ്ങലാണ് എന്നൊക്കെ ആ രൂപത്തിലൊക്കെയുള്ള വിശദീകരണങ്ങൾ. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതൊക്കെ പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസർജനത്തിന് പോകുമ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹു കൂടെ വെള്ളപാത്രവുമായിട്ട് പിന്നാലുണ്ട്. അവിടുത്തെ ആവശ്യ നിർവഹണം കഴിഞ്ഞ് വന്ന അവിടുന്ന് മലമൂത്ര വിസർജനത്തിന് പോയി കഴിഞ്ഞാൽ ശുദ്ധീകരിക്കാനുള്ള വെള്ളപാത്രവുമായി കൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പിന്നാലെ പോയത് എന്തുകൊണ്ടാ? ഇത് ശുദ്ധീകരിക്കേണ്ട കാര്യം തന്നെയാണ് എന്നതുകൊണ്ടല്ലേ റസൂലുള്ളാഹിന്റെ പിന്നിൽ അതുകൊണ്ട് കാവൽ നിൽക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള അമിതമായ നിലക്കുള്ള അഥവാ പ്രമാണങ്ങളിൽ വന്നിട്ടില്ലാത്ത രൂപത്തിലുള്ള അതിവർണ്ണനകളാണ്. ഇതിന് നമുക്ക് പ്രമാണങ്ങളിൽ രേഖയില്ല. അതേ അവസരത്തിൽ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയില്ലാന്നാണോ ഈ പറയുന്നത്? അല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സൂചിപ്പിച്ചു, ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യൻ മാത്രമാണ്, പക്ഷേ യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. അതന്നെ വലിയ പ്രത്യേകതയാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കുറെ പ്രത്യേകതകൾ പ്രമാണങ്ങളിലൂടെ നമുക്ക് സ്ഥിരപ്പെട്ട് കിട്ടിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച്. അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ശൈഖ് നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാഹ് അവിടുത്തെ സിൽസിലത്തു സഹീഹയിൽ ഈ വിഷയകമായി ചില കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞത് ഒരല്പം സുദീർഘമാണെങ്കിലും ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതിലൂടെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ. എന്താണ് അദ്ദേഹം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്മഉ മാ ലാ യസ്മഉ നാസ്,
മറ്റു ജനങ്ങൾ കേൾക്കാത്തൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നു. കാരണം എന്താണ്? വഹാദാ മിൻ ഖുസൂസിയാതിഹി അലൈഹി സ്വലാത്തു വസ്സലാം, ഇത് അവിടുത്തെ പ്രത്യേകതയാണ്. പ്രവാചകനാകുമ്പോ കമാ അന്നഹു കാന യറാ ജിബ്രീൽ, അവിടുന്ന് ജിബ്രീലിനെ കണ്ടിരുന്നു. വയുകല്ലിമുഹു, അവിടുത്തോട് സംസാരിച്ചിരുന്നു. വന്നാസു ലാ യറൗനഹു വലാ യസ്മഊന കലാമഹു, മറ്റു ജനങ്ങളൊന്നും ജിബ്രീലിനെ കാണുന്നില്ല, ജിബ്രീലിന്റെ ശബ്ദം കേൾക്കുന്നുമില്ല. ഫഖദ് സബത ഫിൽ ബുഖാരി വഗൈരിഹി, സഹീഹുൽ ബുഖാരിയിലും അതല്ലാത്ത ഗ്രന്ഥങ്ങളിലുമൊക്കെ സ്ഥിരപ്പെട്ടു വന്ന ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ ബീവിയോട് പറഞ്ഞു, ഹാദാ ജിബ്രീൽ യുഖരിയുകി സലാം, ആയിഷ ഇദാ ജിബ്രീൽ വന്നു, തന്റെ അടുത്ത് ജിബ്രീൽ വന്നു, നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. ഫഖാലത്ത്, മഹദി പറഞ്ഞു, വഅലൈഹിസ്സലാം യാ റസൂലല്ലാഹ് തറാ മാ ലാ നറാ, ഞങ്ങൾ കാണാത്തത് നിങ്ങൾ കാണുന്നു. അവിടെ ആയിഷ ബീവി കാണുന്നില്ല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നില്ല, ആ ശബ്ദം കേൾക്കുന്നില്ല. ആരാ കേൾക്കുന്നത്, ആരാ കാണുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ മറ്റാരും കാണാതെ അറിയാതെ നബി തങ്ങൾ മാത്രം ആ ശബ്ദം കേൾക്കുന്നു, കാണുന്നു. അത് പ്രവാചകൻ എന്നതിലേക്കുള്ള അവിടുത്തെ പ്രത്യേകത തന്നെയാണ്. അങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ. എന്നാൽ ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, വലാകിൻ ഖുസൂസിയാതുഹു അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നമാ തസ്ബുതു ബിന്നസ്സ് സഹീഹ്, ശരിയായ സഹീഹായ പ്രമാണങ്ങളിലൂടെയാണ് അവിടുത്തെ പ്രത്യേകതകളൊക്കെ സ്ഥിരപ്പെടുന്നത്. ലഈഫായ ഹദീസ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതും ഉണ്ടായിക്കൂടെ എന്ന ഖിയാസ് കൊണ്ടോ അവനവന്റെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് ഓരോരുത്തർ പറയുന്ന വാദങ്ങൾ കൊണ്ടോ ഒന്നും അത് സ്ഥിരപ്പെടുന്നതല്ല. ആളുകൾ ഈ വിഷയത്തിൽ രണ്ട് നിലപാടിൽ ഞാൻ കാണുന്നു. അദ്ദേഹം പറയാണ്, രണ്ട് വ്യത്യസ്ത നിലപാടുകാരെ ഈ വിഷയത്തിൽ എനിക്ക് കാണാനാകുന്നുണ്ട്. നസ്റുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാഹ് പറയാണ്, فمنهم من ينكر كثيرا من خصوصياته الثابتة بالأسانيد الصحيحة. ജനങ്ങളിൽ കുറെ ആളുകൾ സ്വഹീഹായ പരമ്പരയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വന്നിട്ടുള്ള അവിടുത്തെ പ്രത്യേകതകളെ പാടെ നിഷേധിക്കുന്ന കുറെ ആളുകളുണ്ട്. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള പ്രത്യേകതകൾ പോലും നിഷേധിക്കുന്ന നിഷേധവാദികളെ കാണാനാകുന്നുണ്ട്. എന്താ അതിനവർക്ക് ന്യായം? ആ ഹദീസ് അത്ര മുതവാത്തിറായി വന്നിട്ടില്ല. ഹദീസൊക്കെ സഹിയാണ്, പക്ഷെ ധാരാളം ആളുകളുടെ പരമ്പരകളിലൂടെ വന്നിട്ടില്ല. അതല്ലെങ്കിൽ അത് അവന്റെ അടുക്ക് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നൊക്കെ ന്യായം പറഞ്ഞിട്ട് സ്വഹീഹായ ഹദീസുകളിൽ വന്നതിനെ പോലും നിഷേധിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു തീവ്രവാദികളെയും കാണുന്നു. അവരെന്താണ്? ഒരിക്കലും ഒരു പ്രമാണങ്ങളിലൂടെയും സ്ഥിരപ്പെട്ടിട്ടില്ലാത്തത് റസൂലുള്ളാഹിനെ പറ്റി അവർ പ്രചരിപ്പിക്കുന്നു. മിസ്ല ഖൗലിഹിം, ഏതുപോലെ ഇന്നഹു അവ്വലുൽ മഖ്ലൂഖാത്ത്, ആദ്യ സൃഷ്ടി നബിതങ്ങളാണ്, നബിന്റെ നൂറാണ് ആദ്യം പടച്ചത്, ആ നൂറിൽ നിന്നാണ് മറ്റുള്ള സൃഷ്ടികളെയൊക്കെ പടച്ചത് എന്നുള്ള വാദം പ്രമാണങ്ങളിലില്ല. വഇന്നഹു ലാ ളില്ല ലഹു ഫിൽ അർളി, ഭൂമിയിൽ അവിടുന്ന് നടന്നാൽ നിഴലില്ല എന്ന വാദം. വഅന്നഹു ഇദാ സാറ ഫിർ റംലി, മണൽപ്പരപ്പിലൂടെ അവിടുന്ന് നടന്നാൽ അവിടുന്ന് നടന്നവർ അടയാളം പോലും അവിടെ കാണൂല എന്ന വാദം. മണലിലൂടെ നടന്നാല് നടന്നൊരു അടയാളൊന്നും കാണൂല. അതേ അവസരത്തിലോ ഒരു പാറമ്മൽ കാല് വെച്ചാലോ അതിമങ്ങനെ കൊത്തി വെച്ച മാതിരി ഇങ്ങനെ കല്ല് കാല് വെച്ച മാതിരി കാണുകയും ചെയ്യും. എത്ര സ്ഥലങ്ങളുണ്ട്. റസൂലുള്ളാഹിന്റെ കാൽപാദാണ് കാല് വെച്ച സ്ഥലമെന്നും പറഞ്ഞങ്ങാണ്ട് പാറക്കല്ലുകൾ എല്ലായിടത്തും ഉണ്ട് കൊടുന്നു വെച്ചിട്ടുണ്ട്. കേരളത്തിലുണ്ട്, പാറപ്പള്ളിയിലുണ്ട്, പലയിടത്തും പല സ്ഥലങ്ങളിലുണ്ട്, ഈജിപ്തിലുണ്ട്, പല സ്ഥലങ്ങളിലും ഒക്കെ റസൂലുള്ളാഹി കാല് വെച്ചത് അതിന് ആകെ ഒരു കുഴിയായിട്ട് വിരലും കൈയൊക്കെ കൂടിയായിട്ട് ആ രൂപത്തിലുള്ള വാദങ്ങൾ ബാത്തിലായ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും ശരിയല്ല എന്ന് അദ്ദേഹം പറയും. ഒക്കെ നിഷേധിക്കുന്ന പ്രമാണങ്ങളിൽ വന്നതിനെ പോലും തള്ളുന്നവരുടെ നിലപാടും ശരിയല്ല. വരാത്തത് പറഞ്ഞുകൊണ്ട് പെരുപ്പിച്ച് അമിതമായി പറയുന്നവരുടെ വാദവും ശരിയല്ല. പിന്നെന്താ? വൽ ഖൗലുൽ വസ്തു ഫീ ദാലിക അൻ യുഖാൽ, അതിൽ ഒരു മധ്യമമായ നിലപാടുണ്ട്, അതാണ് അതിലെ ശരി. രണ്ടിന്റെ ഇടക്കുള്ള നിലപാടാണ് ശരി. അതെന്താ നിലപാട്? ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബശറുൻ ബിനസ്സിൽ ഖുർആനി വസ്സുന്നഹ് വഇജ്മാഇൽ ഉമ്മ. നിശ്ചയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്. ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഅ് കൊണ്ടും അത് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടുത്തേക്ക്
വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്ത ഒന്നും അവിടുത്തെ പേരിൽ വിശേഷണമായി കൊണ്ട് പറയാവതല്ല. അതേ അവസരത്തിൽ ഫൈദാ സബത ദാലിക സ്ഥിരപ്പെട്ട് വന്നതോ വജബത് തസ്ലീമു ലഹു, അതിനെ അംഗീകരിക്കൽ നിർബന്ധമാണ്. അത് അംഗീകരിക്കൽ നിർബന്ധമാണ്. വലം യജുസ് റദ്ദുഹു ബിഫൽസഫത്തിൻ ഖാസ്സ ഇൽമിയ ഔ അഖ്ലിയ, ശാസ്ത്രീയമായോ ബുദ്ധിപരമായോ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങളും തത്വശാസ്ത്രമൊന്നും പറഞ്ഞിട്ട് പ്രമാണങ്ങളിൽ വന്ന ഒരു പ്രത്യേകതയെ നിഷേധിക്കാൻ പാടില്ല. അംഗീകരിച്ചോളണം. മാത്രല്ല അദ്ദേഹം പറയുന്നു വമിനൽ മുഅസ്സഫ്, വളരെ സങ്കടകരമായ കാര്യമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതാ സ്വഹീഹായ ഹദീസുകളെ പോലും പലരും തള്ളിക്കളയുന്ന ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷം ഞാൻ കാണുന്നു. അദ്ദേഹം പറയും എന്താണ്, നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹീഹായ ഹദീസുകളോട് പോലും മറ്റു മനുഷ്യരുടെ വർത്തമാനങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടാ സ്വീകരിക്കുന്നത്. എന്താ അങ്ങനെ പറഞ്ഞാൽ മറ്റു മനുഷ്യന്മാര് പറയണതിൽ നുണയും നേരും ഉണ്ടാവും, അള്ളാന്റെ റസൂല് പറഞ്ഞതിലും രണ്ടും ഉണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന വിധത്തിൽ ആളുകൾ ഇടപെടുന്നത് വല്ലാത്തൊരു സങ്കടമാണ്. എന്നിട്ട് അദ്ദേഹം പറയണം ഫഹും യഖുദൂന മിൻഹാ മാ ശാഉ, അതിൽ നിന്ന് അവരുദ്ദേശിക്കുന്നത് അവരെടുക്കും, വയദഊന മാ ശാഉ, അവരുദ്ദേശിക്കുന്നത് അവര് ഒഴിവാക്കും. ഹദീസിന്റെ ബുഖാരിയിലൊക്കെ ഉള്ളതാവും മുസ്ലിമിലൊക്കെ ഉള്ളതാവും സഹീഹാണ്, എന്നാലും എന്താണ് ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് അവർക്ക് പറ്റുന്നൊക്കെ എടുക്കും, അല്ലാത്തതൊക്കെ ഒഴിവാക്കും. അദ്ദേഹം പറയണേ ഇത് സങ്കടം തോന്നാൻ കാരണം അമിൻ ഉലൈക ത്വായിഫത്തുൻ യൻതമൂന ഇലൽ ഇൽമി, ഇൽമുണ്ടെന്ന് പറയുന്നവരിലേക്ക് വരെ ഇത്തരത്തിലുള്ള വാദം ചേർത്തപ്പെടുന്നുണ്ട്. ആലിമീങ്ങളാന്ന് പറഞ്ഞുന്ന ആളുകൾ വരെ വലിയ വലിയ ഉന്നതമായ ശറഈ ഡിഗ്രിയും പദവിയൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആളുകളെ വരെ ഈ രോഗം ബാധിച്ചതായി കാണുന്നു. അദ്ദേഹം പറയാം ഫഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഭയങ്കര മുസീബത്താണിത്. വനസ്അലുഹു തആല അൻ യഹ്ഫളനാ മിൻ ശർരിൽ ഫരീഖൈൻ, ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും പഴച്ച ഈ രണ്ട് കൂട്ടത്തിൽ നിന്നും അള്ളാഹു നമുക്ക് അവരുടെ ശർറിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് അള്ളാഹ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ചർച്ച അവസാനിപ്പിച്ചത്. ഇതിൽ നിന്ന് വളരെ കൃത്യമാണ് സഹോദരന്മാരെ നിലപാടുകൾ. പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തും കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെയും ഒരാൾക്കും നിഷേധിക്കുവാൻ പാടില്ല. അതേ അവസരത്തിൽ അവരെ സംബന്ധിച്ച് പറയപ്പെടാവുന്ന വിശേഷണങ്ങൾ എന്ന നിലക്ക് സമൂഹത്തിൽ ആർക്കെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കുവാനോ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും പ്രത്യേകമായ യോഗങ്ങളിലോ തീരുമാനങ്ങളിലോ ഒക്കെ എടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുവാനോ പാടില്ലാത്തതാണ്. പ്രവാചകന്മാരെ എങ്ങനെ വിശ്വസിക്കണമെന്ന് പ്രവാചകന്മാര് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്റെ സഹാബിമാർക്ക് അത് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രവാചകന്മാർ മനുഷ്യരാണ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം അവര് നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യരാണ്, ഒരു പ്രത്യേകതയും ഇല്ല എന്നതാണെന്ന് ഒരാളും തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് സവിസ്തരം ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കാരണം പലരും അതിപ്പോഴും പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളിൽ അവരുടെ പ്രത്യേകതകളിൽ അവരുടെ മുഅ്ജിസത്തുകളിൽ ഇവർ വിശ്വസിക്കുന്നില്ലെന്നും അവരെയൊക്കെ കേവലം പാപികളും സാധാരണക്കാരെ പോലെയുള്ള എല്ലാ ചാപല്യങ്ങളുമുള്ള ആളുകളുമായി കൊണ്ടാണ് ഇവർ വിവരിക്കുന്നത് എന്നുമുള്ള പ്രചരണം നടക്കുമ്പോൾ വസ്തുത എന്താണെന്ന് അറിഞ്ഞിരിക്കൽ ഈ വിഷയത്തിൽ നമ്മുടെ വിശ്വാസികളുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഇത് സാവകാശം ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇതൊക്കെ ആ രൂപത്തിലുള്ള വർണ്ണനകളാണെങ്കിൽ സഹോദരങ്ങളെ, ഇതിനേക്കാളെല്ലാം അപകടകരമായ വർണ്ണനകളാണ് പ്രവാചകന്മാരെ സംബന്ധിച്ച് സമൂഹത്തിൽ പലരും വെച്ചു പുലർത്തിയത്. ഇലാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി ഇലാഹാണെന്നും അതുപോലെ തന്നെയുള്ള ആ നിലക്കുള്ള അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ രൂപത്തിലുള്ള കഠിനമായ ശിർക്കിലേക്ക് പ്രവാചകന്മാരുടെ പേരിൽ തന്നെയും ആളുകൾ എത്തിപ്പെട്ടു. അതിന്റെ ഉദാഹരണമല്ലേ നസാറാക്കൾ, യഹൂദികൾ. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ 72-73 ആയത്തുകളിലൂടെ നമുക്ക് കാണാം. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. അല്ലാഹ് മസീഹ് തന്നെയാണ്, അല്ലാഹ് തന്നെയാണ് മസീഹ് എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് മറിയമിന്റെ പുത്രൻ മസീഹ് അള്ളയാണ് എന്ന് പറഞ്ഞവർ
തീർച്ചയായും കാഫിറുകളായിരിക്കുന്നു എന്നല്ലാഹു പറഞ്ഞു. ഒരു കൂട്ടർ അങ്ങനെ പറഞ്ഞു, അല്ലാഹ് തന്നെയാണ്. വേറൊരു കൂട്ടർ പറഞ്ഞു, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ, മൂന്നിൽ ഒന്നാണ്, ത്രിയേകത്വത്തിൽ ഒന്ന്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതിലൊന്നാണ്, മൂന്നിലൊന്നാണ്. ആരെക്കുറിച്ച്? അല്ലാഹുവിനെ കുറിച്ച്. ഇന്നല്ലാഹ സാലിസു സലാസ. മറ്റൊരു കൂട്ടർ അവര് തന്നെ വാദിച്ചു, വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ ലഖദ് ജിഅ്തും ശൈഅൻ നിദ്ദാ, സൂറത്ത് മറിയം. എന്താ വാദിച്ചത്? റഹ്മാനായ അല്ലാഹു മകനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. വൻ പാതകമല്ലേ അവരതിലൂടെ സമൂഹത്തിന്റെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചു. അങ്ങനെ മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ദൈവമാണെന്ന്, ദൈവത്തിന്റെ പുത്രനാണെന്ന്, അതല്ല ത്രിയേകത്വത്തിൽപ്പെട്ട ഒന്ന് ഒരു വകുപ്പാണെന്ന്, ഒരു വിഭാഗമാണെന്ന്, പല രൂപത്തിലുള്ള വാദങ്ങൾ അവർ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചു, അവരെ ആരാധിച്ചു, പൂജിച്ചു. ഈസ നബി അലൈഹിസ്സലാമിനെ മാത്രമല്ല, ആ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രസവിച്ച മറിയം ബീവിയെയും ആ നിലക്ക് അവർ പൂജിച്ചു, ആരാധിച്ചു. ആ പ്രവാചകൻ ഈസ നബി അലൈഹിസ്സലാം പോലും അത് അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കൂല. ഒരു പ്രവാചകന്മാരും ഒരു മലക്കും ഒരാളും തന്നെ അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഞങ്ങളെ ആരാധിക്കണം, ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് ലോകത്തോട് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അത് അവരെ സമൂഹത്തെ ശരിക്കും ഗ്രഹിപ്പിക്കുന്ന നിലക്ക് സൂറത്തുൽ മാഇദയുടെ അവസാന ഭാഗത്തിലൂടെ തന്നെ അല്ലാഹു പറഞ്ഞു, നാളെ മഹ്ശറിൽ എത്തുമ്പോൾ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു നടത്തുന്ന ഒരു ചോദ്യവും അതിൽ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്ന ഒരു മറുപടിയും വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. وإذ قال الله يا عيسى ابن مريم أأنت قلت للناس اتخذوني وأمي إلهين من دون الله قال سبحانك ما يكون لي أن أقول ما ليس لي بحق إن كنت قلته فقد علمته تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب ما قلت لهم إلا ما أمرتني به أن اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد. അല്ലാഹു ഈസ ഇബ്നു മറിയമിനെ വിളിച്ചുകൊണ്ട് ചോദിക്കും, മറിയമിന്റെ പുത്രൻ ഈസ, അഅൻത ഖുൽത ലിന്നാസ്, നീ ജനങ്ങളോട് പറഞ്ഞിരുന്നുവോ, ഇത്തഖിദൂനി വ ഉമ്മിയ, എന്നെയും എന്റെ മാതാവിനെയും നിങ്ങൾ സ്വീകരിച്ചേക്കണമെന്ന്, ഇലാഹൈനി മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമേയുള്ള ആരാധ്യന്മാരായി എന്നെയും ഉമ്മാനെയും നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഈസ നീയെങ്ങാനും ജനങ്ങളോട് പറഞ്ഞിരുന്നോ? പരലോകത്ത് വെച്ചുള്ള ചോദ്യം. ഖാല, ഈസ നബി അലൈഹിസ്സലാം പറയും, സുബ്ഹാനക, നീ മഹാപരിശുദ്ധൻ. സത്യമല്ലാത്ത ഒന്ന് എനിക്ക് പറയാവതല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് അറിഞ്ഞിരിക്കുമല്ലോ. എന്നിലുള്ളത് നീ അറിയുന്നു, നിന്നിലുള്ളത് ഞാൻ അറിയില്ലല്ലോ. നീയല്ലേ എല്ലാം അറിയുന്നവൻ, നീയല്ലേ അല്ലാമുൽ ഗുയൂബ്. അല്ലാഹ്, ഞാൻ അവരോട്, നീ എന്നോട് എന്തൊന്നവരോട് കൽപ്പിക്കാനും പഠിപ്പിക്കാനുമാണോ പറഞ്ഞതെങ്കിൽ അതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അതെന്തായിരുന്നു? അനിഅ്ബുദുല്ലാഹ റബ്ബീ വറബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ. ഇതേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. വകുന്തു അലൈഹിം ഷഹീദം മാ ദുംതു ഫീഹിം, ഞാൻ അവരുടെ കൂട്ടത്തിലായിരിക്കെ ഞാൻ അതിന് സാക്ഷിയായിരുന്നു. പക്ഷേ നീ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്ത നേരത്ത് പിന്നെ അവരുടെ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അതിന്റെ നിരീക്ഷകൻ നീയായിരുന്നു. നീയല്ലയോ എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയായിട്ടുള്ളവൻ എന്ന് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് മറുപടി പറയും. പ്രവാചകന്മാരൊന്നും അത് അംഗീകരിക്കൂല. എന്നിട്ട് ആ പ്രവാചകന്മാരുടെ പേരിൽ നിങ്ങൾ എന്നെ ഇലാഹ്, നിങ്ങൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ സമൂഹത്തോട്, ലാ തുത്റൂനി കമാ തറത്തിൻ നസാറാ ഇബ്ന മറിയം ഫഇന്നമാ അനാ അബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. നിങ്ങൾ ക്രിസ്ത്യാനികൾ മറിയമിന്റെ പുത്രൻ ഈസ നബി അലൈഹിസ്സലാമിനെ
അമിതമായി പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കല്ല. ഞാൻ അവന്റെ അടിമ മാത്രമാണ്, ഞാൻ അല്ലാഹുവിന്റെ ഒരു അടിമ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അബ്ദുല്ലാഹി വ റസൂലു, അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലും എന്ന് പറഞ്ഞോളൂ. ആശയത്തിന് വിരുദ്ധമായതൊന്നും നിങ്ങൾ എന്നെ പറ്റി പറയാനേ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പറഞ്ഞു. അത് പറയുമ്പോഴാണ് പല ആളുകളും പറയാറുള്ളത്, അത് അള്ളാന്റെ റസൂലിനെ കുറിച്ച് വേറൊന്നും പറയണീനല്ല. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ കുറിച്ച് മകനാണ്, അള്ളന്നെയാണ്, സാലിസു സലാസത്താണ്, അള്ളാഹ് മൂന്നിലൊന്നാണ് എന്നൊക്കെ പലതും പല അഭിപ്രായങ്ങളും പറഞ്ഞില്ലേ. അതുപോലെ നബിനെ കുറിച്ച് പറയരുതെന്നേ ആ പറഞ്ഞതിന് ഉദ്ദേശമുള്ളൂ. അതല്ലാതെ വേറൊന്നും അവിടുത്തെ കുറിച്ച് പറയാവതല്ല എന്നൊന്നും അതിന്റെ അർത്ഥത്തിൽ വരുന്നേ ഇല്ല എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അത് ശരിയല്ല, അത് ശരിയല്ല. അള്ളാന്റെ റസൂല് അള്ളാന്റെ മോനാണെന്ന് പറയണ്ടെന്ന് മാത്രല്ല, അത് മാത്രല്ല ഈ വിരോധിക്കപ്പെടുന്ന അമിത പ്രശംസയിൽ പെടുക. പിന്നെ ഏതും പെടും, അതല്ലാത്തതും പെടും. എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ഒരു ഉദാഹരണം ഒന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികൾ, ചെറിയ കുഞ്ഞുമക്കൾ ഒരു വരി പാട്ട് പാടിയില്ലേ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളെ വിളിച്ചു വരുത്തിയിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ പറ്റി നല്ല മദ്ഹ പറഞ്ഞത്, തുടർന്നോളൂ, നിങ്ങൾക്ക് ഞാനൊരു പ്രൈസ് തരുന്നുണ്ട്. അതൊക്കെയാണോ പറഞ്ഞത്? അല്ല. പിന്നെന്താ? മക്കളെ, നിങ്ങൾ ഇത് പാടരുത്, ഇത് പറയരുത്, നിങ്ങൾ എന്നെ പറ്റി ഇത് പറയരുത്. എന്താ കാരണം? അല്ലാഹു അല്ലാതെ മറഞ്ഞ കാര്യം അറിയുന്നവനില്ല. എനിക്ക് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന നിങ്ങൾ എന്നെ കുറിച്ച് പറയരുത്. എന്നിട്ട് ഇത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ രേഖപ്പെടുത്താണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളോട് ഇത് വിരോധിക്കാൻ കാരണം അത് മിനൽ ഇത്റാഇൽ മൻഹി അൻഹു, അവിടുന്ന് അരുതേ എന്ന് ഈ സമൂഹത്തോട് വിലക്കിയിട്ടുള്ള അമിത പ്രശംസയുടെ കൂട്ടത്തിൽ ഈ പ്രശംസ പെടും എന്നതിനാലാണ്. ആരാ പറയുന്നത്? ബുഖാരിയിലെ ഈ ഹദീസ് വ്യാഖ്യാനിക്കുന്ന വേളയിൽ അതിന്റെ വ്യാഖ്യാതാവായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ആ രൂപത്തിൽ ജനങ്ങൾ പല രൂപത്തിലുള്ള പലതും പറയുമ്പോഴും ഇസ്ലാം പറയാണ് അത് പാടില്ല, അത് പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വളരെ ഇസ്ലാമികമായ പ്രമാണങ്ങൾക്ക് നിരക്കാത്ത രൂപത്തിലുള്ള വാദങ്ങളാണ് അമ്പിയാക്കളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്പിയാക്കളൊക്കെ അവരുടെ സദസ്സുകളിലൊക്കെ ഇങ്ങനെ ഹാജറാകുന്നതാണ്. അമ്പിയാക്കളൊക്കെ വരുന്നുണ്ട്, ഔലിയാക്കൾ വരുന്നുണ്ട്, അവർ റൂഹ് വരുന്നുണ്ട്, തടി വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അവരൊക്കെ ഉദ്ദേശിക്കുന്നിടത്ത് കൂടെ തന്നെ സഞ്ചരിക്കുകയാണ്, എല്ലായിടത്തും അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. ഇതൊന്നും അമ്പിയാക്കളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദീനിൽ ഇല്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് എല്ലാ സ്ഥലത്തും ഹാളിറും, എല്ലാവരെയും കാണുന്ന നാളിറുമാണ് എന്നാണ്. ഹാളിറും നാളിറും, അവിടുന്ന് എല്ലാ സ്ഥലത്തും ഉണ്ട്. നാളിറാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, എല്ലാവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ആദം നബിയുടെ കൂടെ ഉണ്ട്, നൂഹ് നബിയുടെ കപ്പലിലുണ്ട്, ഇബ്രാഹിം നബിനെ തീയിലിട്ടപ്പുണ്ട്, ഓരോ അവസരങ്ങളിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. മുഹീദ്ദീൻ ശൈഖും ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഈലാനിയെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ അങ്ങനെയാണ് പറഞ്ഞത്. മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് മാത്രമല്ല, അതിന്റെയും താഴെ പദവിയിലുള്ള സാലിഹീങ്ങളെ കുറിച്ച് പോലും അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലേക്ക് ഉയർത്തുന്ന അപരാധമാണ് സമൂഹത്തിൽ പലയിടങ്ങളിലും ഉണ്ടായത്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സർവ്വ മുസ്ലിമീങ്ങളുടെയും കൂടെയുണ്ടെന്നും നമ്മൾ പറയുന്നതൊക്കെ അവിടുന്ന് കേൾക്കുന്നുണ്ടെന്നും നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ അവിടുന്ന് കാണുന്നുണ്ടെന്നും വ്യക്തമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്നും അതിന് പ്രമാണങ്ങളിൽ തെളിവുണ്ടെന്നും അത് വിശ്വസിക്കാത്തവൻ ശരിയായ മുസ്ലിമാവുകയില്ലെന്നുമൊക്കെ ഉള്ള പ്രയോഗങ്ങൾ കാണുമ്പോൾ അന്തം വിട്ട് നിൽക്കാനല്ലാതെ നിവൃത്തിയുണ്ടോ? പ്രിയമുള്ളവരെ, ഇസ്ലാമിലുണ്ടോ അങ്ങനെ? അവിടുന്ന് നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഞാൻ ലോകത്തെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് സഹീഹായ ഒരു ഹദീസിൽ എവിടെ?
അവിടുന്ന് എല്ലാവരുടെയും കൂടെയുണ്ട് എന്ന് എല്ലാ സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന രൂപത്തിൽ ഉണർച്ചയിൽ തന്നെ റസൂലുള്ളാഹിനെ കാണുന്നു, കൈ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു, ഉദ്ഘാടനത്തിന് പൊയ്ക്കോളാൻ പറയുന്നു, തറക്കല്ലിടാൻ പൊയ്ക്കോ എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ പോണ്ട, അടുത്ത കൊല്ലം പോയാ മതി എന്ന് പറയുന്നു. ആര്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കുറിച്ചുള്ള ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പലരും പലതും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് മുഅ്ജിസത്തില്ലേ? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ മാനുഷികമായ കാര്യങ്ങളല്ലേ, മുഅ്ജിസത്തുകളുണ്ട്. ആ മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് പോലും സമൂഹം ശരിക്കും മനസ്സിലാക്കാതെ പോയി. എന്താ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് എന്നാണ്. സൃഷ്ടികൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തതാണ് മുഅ്ജിസത്ത്. അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രവാചകന്മാരിലൂടെ എന്ത് ചെയ്യാണ്? പ്രവർത്തിക്കുകയാണ്. സാധാരണ പ്രവർത്തനം പോലെ പ്രവാചകന്മാർക്ക് അതിൽ പങ്കില്ല. സാധാരണ ഒരു പ്രവർത്തനം പ്രവാചകന്മാർ ഉദ്ദേശിക്കുമ്പോൾ ഇരിക്ക, എഴുന്നേൽക്ക, നടക്ക, ഉറങ്ങ, അതേപോലെ തന്നെ അവർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ചെയ്യാൻ കഴിയാവുന്ന ഒരു കഴിവാണോ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്? അല്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ആധികാരികമായ ഒരു പഠനമാണ്. അവർ വിചാരിക്കുമ്പോഴും ഉദ്ദേശിക്കുമ്പോഴും ഒന്നും ഇങ്ങനെ ചെയ്യാൻ കഴിയാവുന്ന ഒരു കഴിവല്ല എന്ത് ഈ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അവരിച്ഛിക്കുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും ഒക്കെ അങ്ങനെ ചെയ്യാൻ അതിന് കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്തുകൾ ധാരാളമുണ്ട്. അതിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നൽകപ്പെട്ട മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ നബിക്കതിലൊരു പങ്കാളിത്തമില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം എന്ത് ഓതിക്കൊടുക്കുന്നുവോ അപ്പോൾ അത് മനസ്സിലാക്കുന്നു എന്ന് മാത്രം. അതിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം അപ്പൊ വിചാരിക്കണ നേരത്തെ ഒരു ആയത്തിന് നടക്കണം, ഒന്നും നടക്കൂല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ഓതിക്കൊടുക്കുന്നു, അത് അവിടുന്ന് ഏറ്റു ചൊല്ലുന്നു. ഇനി അത് മാത്രല്ല സുഹൃത്തുക്കളെ, അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് മുഅ്ജിസത്തുകൾ പ്രകടമായില്ലേ? ഉദാഹരണമായി ഒരു യാത്രാവേളയിൽ സഹാബത്ത് വല്ലാതെ വിഷമിച്ചു, വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടു. കുടിക്കാനും കുളിക്കാനൊന്നും വെള്ളമല്ല, ധാരാളം സഹാബിമാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉള്ള വെള്ളം അങ്ങോട്ട് കൊണ്ടുവരും, ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളം ബാക്കി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ ആ പാത്രത്തിൽ ഉള്ള വെള്ളത്തിലേക്ക് മുക്കി വെച്ചു. അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ ശുദ്ധജലം പൊട്ടി ഒഴുകി. വിരലിന്റെ ഇടയിലൂടെ വെള്ളം വന്നു, ശുദ്ധമായ ജലം അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ നിർഗളിച്ചു. ഒരു മുഅ്ജിസത്താണ്. എന്നാൽ ഇത് നബി സല്ലല്ലാഹു, അതുകൊണ്ട് ആ സംഘത്തിലുണ്ടായിരുന്നവരൊക്കെ കുളിക്കാനും കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ അത് ഉപയോഗപ്പെടുത്തി. അതേ അവസരത്തിൽ ഇത് നബിക്ക് ഇങ്ങനെ നൽകപ്പെട്ട എപ്പോഴും ഉദ്ദേശിക്കുമ്പോഴൊക്കെ ചെയ്യാവുന്ന ഒരു ജാലവിദ്യ പോലെ, അതല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ നിർവഹിക്കാവുന്ന ഉദ്ദേശിക്കുമ്പോഴൊക്കെ ലഭ്യമാകുന്ന ഒരു കാര്യമാണോ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും യാത്ര പോകുമ്പോ ഒട്ടകങ്ങളുടെ പുറത്ത് ഭാരം കൂട്ടാൻ വേണ്ടി എന്തിനാണ് ധാരാളക്കണക്കിന് ലിറ്ററുകൾ, ഗാലനുകൾ വെള്ളം കൊണ്ടുപോയത്? ഈ ഒട്ടകത്തിന് ഭാരം കൂട്ടാൻ വേണ്ടിയിട്ട് വെള്ളം കൊണ്ടോണോ? അത് ഞങ്ങളെ കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് വെള്ളം ഇങ്ങനെ തരുമെന്ന് പറഞ്ഞു. അത് വിചാരിക്കുമ്പോൾ കിട്ടുന്നതല്ല, അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് സംഭവിക്കുന്നു. അപ്പോഴേ അത് ഉണ്ടാവുകയുള്ളൂ. മാത്രല്ല നബി സല്ലല്ലാഹു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യ നിർവഹണത്തിന് പോകുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വെള്ളം കൊണ്ടുപോവുകയാണ്. മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ ശുദ്ധീകരിക്കാൻ കൂടെ എന്ത് ചെയ്യാണ്? വെള്ളപാത്രവുമായി സഹാബിമാരി കൂടെ പോയി മാറി നിൽക്കുകയാണ്. ആവശ്യം നിർവഹിച്ചു വരുമ്പോൾ റസൂലുള്ളാഹിക്ക് പാത്രം കൈമാറുന്നു, അവരിങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, ഹബീബ് ശുദ്ധീകരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതിങ്ങനെ എപ്പോഴും അവിടത്തേക്ക് പ്രകടിപ്പിക്കുന്ന, ഉദ്ദേശിക്കുമ്പോ ഒക്കെ ചെയ്യാൻ കഴിയാവുന്ന ഒരു നൽകപ്പെട്ട ആള് തീരെ ഇരി കൊടുത്തിട്ടുള്ള ഒരു കഴിവല്ല എന്ത് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അതങ്ങോട്ട് നടക്കും. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മാത്രല്ല മറ്റൊരു മുഅ്ജിസത്ത് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാര് ഭക്ഷണമില്ലാതെ വിഷമിച്ചില്ലേ?
ഭക്ഷണമില്ലാതെ പട്ടിണിയിലും വിഷമത്തിലുമൊക്കെ ആയപ്പോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉള്ള ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. മാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്കാണ് കൈവച്ചു. അപ്പോഴേക്ക് റൊട്ടി ധാരാളം. പിന്നെ മാവ് എടുത്തിട്ടും തീരുന്നില്ല, കറി എടുത്തിട്ടും തീരുന്നില്ല. ധാരാളക്കണക്കിന് ആളുകൾ സുഭിക്ഷമായി വയറു നിറയെ ആഹാരം കഴിച്ചു. ഇതവിടുത്തെ ജീവിതത്തിൽ പ്രകടമായ ഒരു വല്ലാത്തൊരു മുഴുവത്തായി, യാതൊരു സംശയവുമില്ല. പക്ഷേ അതേ അവസരത്തിൽ പ്രിയമുള്ളവരെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എപ്പോഴും ഉദ്ദേശിക്കുമ്പോഴൊക്കെ, വിശക്കുമ്പോഴൊക്കെ, തന്റെ സ്വഹാബത്തിന് ബുദ്ധിമുട്ടും വിഷമങ്ങളും തനിക്ക് ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെ കയ്യിൽ നിന്ന് എടുത്തു പയറ്റാവുന്ന നിലക്കുള്ള ഒരു കഴിവായിരുന്നുവോ? അല്ല. ആയിരുന്നെങ്കിൽ ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ, അതേ റസൂലും സഹാബികളും ഖുറൈശികൾ ഭക്ഷണം വെള്ളമൊക്കെ മുടക്കിയിട്ട് ഉപരോധിച്ചപ്പോൾ ശഅബി താലിബിന്റെ മലഞ്ചരിവിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും പച്ചിലകൾ ഭക്ഷിച്ചുകൊണ്ട് മാസങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടില്ലേ? ദിവസങ്ങളോളം, ആഴ്ചകളോളം ഭക്ഷണം കിട്ടിയിട്ടില്ല. ഖന്തക്കിന്റെ കിടങ്ങ് കുഴിക്കുന്ന നേരത്ത് വിശന്നിട്ട് സഹാബിമാരൊക്കെ നിവർന്നു നിൽക്കാനുള്ള ഒരു കരുത്തില്ലാതെ വയറ്റത്ത് പാറക്കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശപ്പിന്റെ കാഠിന്യത്താൽ മറ്റുള്ളവരൊക്കെ ഒരു കല്ല് വെച്ച് കെട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വയറ്റത്ത് 2 കല്ലാണ് വെച്ച് കെട്ടിയത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അപ്പൊ അവിടുന്ന് വെള്ളം കൊടുത്ത് ഇവിടുന്ന് ഭക്ഷണം വർദ്ധിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയല്ലേ അത്? ഇഷ്ടം പോലെ തനിക്ക് ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന നേരത്ത് ചെയ്യാവുന്ന, എടുത്തു പ്രയോഗിക്കാവുന്ന ഒരു കഴിവാണോ മുഅ്ജിസത്ത്? അല്ല. അത് അല്ലാഹു ഉദ്ദേശിക്കുന്ന വേളയിലേ ഉണ്ടാകൂ. അതിൽ പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് പങ്കില്ല. അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നത് റബ്ബാണ്, അത് അവരുടെ കഴിവല്ല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയിട്ടപ്പോൾ പാമ്പായി മാറി. ഇവിടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്ന പ്രവൃത്തി എത്രമാത്രമേ ഉള്ളൂ? അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തന്റെ കയ്യിലുള്ള വടി നിലത്തേക്ക് ഇടുന്നു. അതിനെ ഒരു പാമ്പാക്കി മാറ്റുക എന്ന പ്രവർത്തനം ചെയ്യുന്നത് മൂസ നബി അലൈഹിസ്സലാം ആണോ? അല്ല. ആ സൃഷ്ടിപ്പ് നടത്തുന്നത് അള്ളാഹുവാണ്. സാധാരണഗതിയിൽ ഒരു വടി കൊണ്ട് വെള്ളത്തിലടിച്ചാൽ അല്പം വെള്ളം അങ്ങ് തെറിക്കലാണ് സാധാരണ പ്രവർത്തനം. മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു വഹീ കൊടുത്ത് അദ്ദേഹം സമുദ്രത്തിൽ അങ്ങ് അടിച്ചപ്പോൾ വമ്പിച്ച മലന്തിട്ടകളെ പോലെ 2 ഭാഗത്തേക്കും സമുദ്രത്തിന്റെ ജലം അങ്ങ് മാറി നിന്നു എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു. ഇവിടെ മൂസ നബി അലൈഹിസ്സലാം ചെയ്ത പണി എന്താണ്? മൂസ നബി അലൈഹിസ്സലാമിന്റെ പ്രവൃത്തി ഇവിടെ എന്തുമാത്രമാണ്? അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് കയ്യിലുള്ള വടി കൊണ്ട് വെള്ളത്തിൽ അടിക്കുന്നു. അതോടുകൂടെ മൂസ നബി അലൈഹിസ്സലാമിന്റെ പ്രവൃത്തി അവസാനിച്ചു. അതിനെ പിളർത്തി മാറ്റിയുള്ള പ്രവർത്തനം ചെയ്തതാരാണ്? മനുഷ്യരെ കൊണ്ട്, സൃഷ്ടികളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യം അള്ളാഹുവാണ് ചെയ്തത്. അള്ളാഹുവാണ് ചെയ്തത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു, ഈ കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിൽ ഊതുക. അത്രേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതിൽ പ്രവൃത്തിയുള്ളൂ. കളിമണ്ണ് കുഴക്കുന്നു, രൂപപ്പെടുത്തുന്നു, പക്ഷിയുടെ മോഡൽ ഉണ്ടാക്കുന്നു, അതിൽ ഊതുന്നു. എന്നാൽ അതിനെ ജീവനുള്ള ഒരു പറവയായി പറത്തുക എന്ന പ്രവർത്തനം ഈസാ നബി അലൈഹിസ്സലാം അല്ല ചെയ്യുന്നത്. ആ സൃഷ്ടിപ്പ് ആരാ നടത്തുന്നത്? അല്ലാഹു ആകുന്നു. ഈ ഉദാഹരണങ്ങളിലൂടെ ഒക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അപ്പൊ മുഅ്ജിസത്തുണ്ട് പ്രവാചകന്മാർക്ക്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ആ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവാചകൻ ഇങ്ങനെ ഒരു മുഅ്ജിസത്ത് ഉണ്ടായതല്ലേ എന്ന സ്ഥിതിക്ക് അവിടുത്തെ ജീവിതകാലത്ത് പോലും സഹാബിമാരാരും അവിടുന്ന് കേൾക്കുന്ന സ്ഥിതിയിലല്ലാത്ത ഒരു സന്ദർഭത്തിൽ അവിടുത്തോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. വിശക്കുന്നു നബിയേ, ഞങ്ങൾക്ക് ഭക്ഷണമില്ല നബിയേ, വെള്ളമില്ല നബിയേ, വെള്ളം തരൂ, ഭക്ഷണം തരൂ എന്ന് സഹാബിമാര് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. ഇന്നും നമുക്കതിന് പ്രാർത്ഥിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പ്രവാചകന്മാരിലൂടെ മുഅ്ജിസത്തില്ലേ? ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ കഴിവല്ല, അള്ളാഹു പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളാകുന്നു. അതേ അവസരത്തിൽ നമ്മൾ അവരെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അവർ തന്നെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഖുല്ലാ ഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്. അല്ലാഹു അവിടുത്തോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു. സൂറത്തുൽ അൻആമിലെ 50-ാമത്തെ ആയത്ത്, قل لا أقول لكم عندي خزائن الله ولا أعلم الغيب ولا أقول لكم إني ملك إن أتبع إلا ما يوحى إلي. قل പ്രവാചകരെ പറയൂ, ലാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഇൻദീ ഖസായിനുല്ലാഹ്, അല്ലാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ അടുക്കൽ അള്ളാഹിന്റെ ഖജനാവില്ല.
വലാ അഅലമുൽ ഗൈബ, അദൃശ്യവും ഞാൻ അറിയുകയില്ല. വലാ അഖൂലു ലക്കും, അതേ ഞാൻ അദൃശ്യം അറിയുമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാ അഖൂലു ലക്കും ഇന്നീ മലക്കുൻ, ഞാനൊരു മലക്കാണെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇന്നത്തബിഉ, ഞാൻ പിൻപറ്റുന്നത് ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്കെന്താണോ ബോധനം നൽകപ്പെട്ടതെങ്കിൽ അത് പിൻപറ്റലല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയൂ പ്രവാചകരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൽപ്പിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇതേ കാര്യം തന്നെ പറഞ്ഞതായി സൂറത്ത് ഹൂദിന്റെ 31-ാമത്തെ ആയത്തിൽ കാണാം. ഇത് അൻആമിലെ 50-ാമത്തെ ആയത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാൻ പറഞ്ഞത്. എന്നാൽ ഹൂദിന്റെ 31-ാമത്തെ ആയത്തിൽ നൂഹ് നബി അലൈഹി സ്വലാം ഇതേ കാര്യം പറഞ്ഞു. എന്നാൽ നോക്കൂ നിങ്ങൾ, ഈ പ്രമാണങ്ങളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുന്ന ഒരു ദുരന്താണ് നമ്മുടെ കേരളം കണ്ടത്. വല്ലാത്തൊരു സങ്കടം. ഇതിന്റെ ശരിയായ അർത്ഥം നിങ്ങൾ കേട്ടില്ലേ? എന്നാൽ ഇത് തെളിവായിക്കൊണ്ട് ഓതിക്കെടുത്തപ്പോൾ ഒരു വാദപ്രതിവാദത്തെ സംബന്ധിച്ച് ഇറക്കിയിട്ടുള്ള പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. കൊട്ടപ്പുറത്ത് വെച്ച് 1982 ഒരു വാദപ്രതിവാദം നടന്നു. ആ വാദപ്രതിവാദത്തിൽ രണ്ട് കക്ഷികൾ തമ്മിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടന്നപ്പോ അതിനെപ്പറ്റി പിന്നീട് അതിന്റെ ഓർമ്മകൾ അത് കൃത്യമായി തന്നെ കാസറ്റിൽ നിന്ന് കേട്ടെഴുതി എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ അവർ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ തന്നെ പറയണത് എന്താ ഈ ആയത്തോണ്ട് ഒരു പ്രശ്നമല്ല. എന്താ അതിന്റെ അർത്ഥം? അവർ പറയുന്ന അർത്ഥം നോക്കൂ. അള്ളാഹുവിന്റെ ഖജാന എന്റെ പക്കലുണ്ട്, പക്ഷേ ഞാനത് നിങ്ങളോട് പറയുന്നില്ല. അർത്ഥം മനസ്സിലായ വ്യത്യാസം? മനസ്സിലായോ? ആദ്യം എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്റെ അടുക്കൽ അള്ളാഹിന്റെ ഖജാന ഇല്ല. മറഞ്ഞ കാര്യം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് മറഞ്ഞ കാര്യം അറിയൂല. ഞാനൊരു മലക്കാണെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാനൊരു മനുഷ്യനാണ്, മലക്കല്ല. എന്നിവിടെ കൊടുത്ത അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ ഖജാന എന്റെ പക്കലുണ്ട്, പക്ഷേ ഞാനത് നിങ്ങളോട് പറയുന്നില്ല. അള്ളാഹു എനിക്ക് ഇൽമുൽ ഗൈബ് തന്നിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലിയത് പറഞ്ഞ് പൊങ്ങച്ചം നടുക്കുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെയുണ്ടല്ലോ, നമ്മളെ അടുത്തുണ്ട്, നമ്മളങ്ങനെ പറയുന്നില്ല, പറഞ്ഞു പൊങ്ങച്ചം നടിക്കില്ല എന്നുള്ളതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. അങ്ങനെ അർത്ഥം വെച്ചിട്ട് നേരെ എതിരർത്ഥം വെച്ചു പോയി. അവിടെ നിർത്തിക്കളഞ്ഞു അർത്ഥം. അടുത്തവും കൂടി പറയണ്ടേ? എന്നാ വലാ അഖൂലു ലക്കും ഇന്നീ മലക്കുൻ, ഞാനൊരു മലക്കന്നെയാണ്, പക്ഷെ ഞങ്ങളോട് പറയില്ല എന്ന് മാത്രം. അതൊട്ട് പറഞ്ഞതുമില്ല. കാരണം അതർത്ഥം വെച്ചാൽ ഇതുവരെ കെട്ടിപ്പൊക്കിയ സൗദം മണൽക്കോട്ട തകർന്നടിഞ്ഞു പോകുന്നു നല്ല വിവരമുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ വിശുദ്ധ ഖുർആനിന് അള്ളാഹു ഉദ്ദേശിച്ച ഉദ്ദേശത്തിന് ഘടകവിരുദ്ധമായിട്ട് അർത്ഥം പറഞ്ഞ് തങ്ങളുടേതായ വികല വാദങ്ങളെ, താല്പര്യങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ അരക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടി ഒരു വിഭാഗം പ്രവർത്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുക സഹോദരന്മാരെ, അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി പ്രദാനം ചെയ്ത് ഹിദായത്തിലേക്ക് ആക്കി അതിൽ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യാം. നമ്മുടെ അഖീദയാണ്, നമ്മുടെ ഈമാനാണ്, നമ്മുടെ തൗഹീദിന്റെ പ്രശ്നമാണ്, നമ്മുടെ സ്വർഗ്ഗനരകങ്ങളുടെ കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ നാം കൃത്യമായി എന്ത് വേണം? നമുക്കുള്ള കൃത്യമായ നിലപാടുകൾ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, അമ്പിയാക്കൾ തന്നെ ധാരാളം ഘട്ടങ്ങളിൽ മറഞ്ഞ കാര്യം അറിയാതെ പോയ ഒരുപാട് സംഭവങ്ങൾ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന മറഞ്ഞ കാര്യങ്ങൾ അവരറിയുന്നു. പ്രവാചകൻ ഒരുപാട് മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു തന്നു, നമുക്കൊരു സംശയവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ മറഞ്ഞ കാര്യം അറിയില്ലേ? അറിയും. എപ്പോ? അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നത് അറിയും, അല്ലാത്തത് അവിടുന്ന് അറിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ സവിസ്തരം പ്രവാചക ചരിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്, അതിന്റെ വശങ്ങൾ. അതുകൊണ്ട് ഞാൻ ഇവിടെ അത് ആവർത്തിക്കുന്നില്ല. അതേ അവസരത്തിൽ മഹാന്മാരായ മറ്റു പ്രവാചകന്മാരോ അവരുടെയും കാര്യം അങ്ങനെ തന്നെയായിരുന്നു. ആദം അലൈഹിസ്സലാം, പിശാച് ഞങ്ങളെ വഴിതെറ്റിക്കുകയാണ്, ഈ പഴം ഭക്ഷിച്ചാൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് മുൻകൂട്ടി ആദമിനും ഹവ്വക്കും റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ആദം അലൈഹിസ്സലാം അവർക്ക് മനസ്സിലായില്ല. പിശാച് ഞങ്ങളെ ചതിക്കുകയാണെന്ന് മനസ്സിലായില്ല, അത് മുൻകൂട്ടി അറിയാൻ സാധിച്ചില്ല. ഈ പഴം തിന്നാ സ്വർഗത്തുനിന്ന് പുറത്തു പോകേണ്ടി വരും എന്നവർക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ല. നൂഹ് നബി അലൈഹിസ്സലാം മകൻ മുങ്ങിച്ചാവുന്ന നേരത്ത് എന്റെ മോനെ രക്ഷിക്കുക അല്ലാഹ് എന്ന് പറഞ്ഞു. എന്റെ മകന്റെ അന്ത്യം എങ്ങനെയാ സംഭവിക്കുക, കാഫറായി മരിച്ചു പോകോ മുസ്ലിം ആകോ എന്നൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. നൂഹ് നബി അലൈഹിസ്സലാമിനെ അറിഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് വന്ന അതിഥികൾ, മനുഷ്യവേഷത്തിൽ വന്ന മലക്കുകൾ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെന്ന നിലക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, ഭക്ഷിച്ചില്ല.
അതൊക്കെ നമുക്ക് ആ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ സവിസ്തരം അവിടെ വെച്ച് പ്രതിപാദിക്കാവുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. അങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രവും യാക്കൂബ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, ലൂത്ത് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, അതുപോലെ തന്നെയുള്ള ധാരാളം അത്തരത്തിൽ കുറേ പ്രവാചകന്മാർ അവരുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അവരുടേതായ ആ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രമാണങ്ങളിലൂടെ വളരെ കൃത്യമായി മനസ്സിലാക്കുവാനും സാധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അപ്പൊ പ്രവാചകന്മാരൊക്കെ മനുഷ്യന്മാരാണ് എന്ന് പറയുമ്പോ അവരെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ പ്രമാണങ്ങളിൽ ഉള്ളത് അതേപോലെ തന്നെ മനസ്സിലാക്കലാണ് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നയം. പ്രമാണങ്ങളിൽ വന്നാൽ ചോദ്യം ചെയ്യാവതല്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞില്ലേ, ആരെങ്കിലും നിന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ നടക്കുന്ന കാര്യം അറിയാമെന്ന് പറഞ്ഞാൽ ഫഖദ് കദബ, അവൻ കളവാണ് പറഞ്ഞത്. ബുഖാരിയിൽ കാണാം. അതുപോലെ ഉമ്മ പറഞ്ഞു, വമൻ ഹദ്ദസക അന്നഹു യഅലമുൽ ഗൈബ ഫഖദ് കദബ, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞ കാര്യങ്ങൾ അറിയും എന്ന് പറഞ്ഞാൽ ഫഖദ് കദബ, കളവാണ് പറഞ്ഞത്. ഇതൊക്കെ ബുഖാരിയിലാണ് ഈ സംഭവങ്ങളൊക്കെ. എന്നിട്ട് മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത വികലമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നത് സഹോദരങ്ങളെ ഉറപ്പിക്കാവതല്ല. അതുകൊണ്ട് നമ്മൾ കല്ലും പതിരും നെല്ലും പതിരും വേർതിരിച്ചറിയണം. സത്യവും അസത്യവും കൂടിക്കുഴയാതെ ഉള്ളത് പോലെ വിശ്വസിച്ച് അതിനെ നിഷേധിക്കാതെ ഇല്ലാത്തതിന്റെ പിന്നാലെ കൂടാതെ ഹക്കിന്റെ യഥാർത്ഥമായ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഇൻഷാ അല്ലാഹ് പ്രവാചക വിശ്വാസത്തിലുള്ള ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് യഥാർത്ഥമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അഖീദയെ ദൃഢീകരിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ.